വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ രാത്രിയിലും ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഓർമ്മപ്പെടുത്തുവാൻ വിട്ടുപോയ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത കൂട്ടത്തിൽ 4-ാം അധ്യായം 18, 19, 20, 21 വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 7 കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നാം പറയുവാനായിട്ട് വിട്ടുപോയി. അത് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് വായിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. റോമർ 4:18 മുതലുള്ള വാക്യങ്ങളിൽ ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? Weakness of his body. He never tired in his faith. Okay. Never doubted his promise. Strengthening in faith, given glory to God. And believe God is strengthful. ആമേൻ. അപ്പൊ അതാണ് 7 കാര്യങ്ങൾ. ആശയ്ക്ക് വിരോധമായി അത് നമുക്ക് കാണുന്നത് 18-ാം വാക്യത്തിലാണ്. സന്തതി നിർബന്ധമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇനി അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു. അപ്പൊ നിർജീവത്വം ഗ്രഹിച്ചു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 3 ഇനി 4-ാമത്തേത് 20-ാം വാക്യം. അവിശ്വാസം എന്ന് പറഞ്ഞാൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അത് 21-ാം വാക്യത്തിൽ അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തൻ എന്ന് പൂർണ്ണമായും ഉറച്ചു. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 7 കാര്യങ്ങൾ നാം പറയുവാനായിട്ടിടയായത്. അതിനുശേഷം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആ 5-ാം അധ്യായത്തിലും 7 കാര്യങ്ങൾ നാം പഠിക്കുവാനായിട്ടിടയായി. ഇനി 5-ാം അധ്യായത്തിന്റെ 15, 16 വാക്യങ്ങളിൽ ഒരു വാക്ക് 2 പ്രാവശ്യം ഉച്ചരിച്ചിട്ടുണ്ട്. അത് ഏത് വാക്കാണെന്നൊന്ന് പറയണം. 15, 16 വാക്യം. 5-ാം അധ്യായം 15, 16 വാക്യം വായിക്കാം. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണവിധിക്ക് ഹേതുവായി തീർന്നു. അപ്പൊ ഏത് വാക്കാണ് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്? അത് കൂടാണ്ട് പിന്നെന്താ പറഞ്ഞ? ഏകൻ അതല്ല, അല്ല. അപ്പൊ എല്ലാ വാക്കും ആയല്ലോ വാക്യങ്ങളിലെ. ആദ്യത്തെ സെന്റൻസ് 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ സെന്റൻസിൽ അതുണ്ട്. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ആ വാക്ക് ഒരുപോലെയല്ല. അത് നമുക്ക് 16-ാം വാക്യത്തിലുണ്ട്. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് എവ്രി വൺ ഈസ് എ സിന്നർ. ജനനം മുതൽ എല്ലാവരും പാപികളാണ്. എല്ലാവരിലേക്കും പാപം വ്യാപിച്ചു. യേശു വന്ന് പാപപരിഹാരം വരുത്തിയപ്പോൾ എല്ലാവർക്കും പാപപരിഹാരം വന്നോ? യേശു വന്ന് പാപപരിഹാരം വരുത്തിയപ്പോ എല്ലാവർക്കും പാപപരിഹാരം വന്നോ? അതാണ് അതിന്റെ പോയിന്റ്. ഏറ്റെടുത്തവർക്ക്. അതുകൊണ്ടാണ് ഒരുപോലെ അല്ലെന്ന് പറഞ്ഞത്. മീൻസ് അവിടെ ഒരു വാചകം കൂടി വായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അവിടെ ഒരു വാക്ക് നമ്മൾ വിട്ടുപോയി. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ഏതാന്ന് പറയാവോ ആ വാക്യത്തിൽ? ജീവനിൽ വാഴും. അല്ല, അതല്ല. ഒരുപോലെ അല്ല എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വാക്കുണ്ട് അവിടെ. ലഭിക്കുന്നവർ എന്നൊരു വാക്കുണ്ട്.
ലഭിക്കുന്നവർ. ഇത് ലഭിക്കുന്നു. അതെ, ലഭിക്കുന്നവർ. നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു. അപ്പം ലഭിക്കുന്നവർക്ക് മാത്രമാണ് ആ സമൃദ്ധിയും ആ ജീവനിൽ വാഴുവാനുള്ളതും നമുക്ക് കിട്ടുന്നത്. അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ എടുക്കണം. അതാണ് അതിന്റെ വ്യത്യാസം. വിശ്വാസത്തിന്റെ കരം നീട്ടി എടുത്ത് നമ്മുടേതാക്കണം. അതാണ് 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അംഗീകരിച്ച സ്വീകരിച്ച വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. നേരത്തെ പ്രഖ്യാപനം രക്ഷയുടേതായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രക്രിയയാണ് 6, 7, 8 അധ്യായങ്ങളിൽ നാം പഠിക്കാൻ പോണത്. 6-ാം അധ്യായം വിക്ടറി ഓവർ ദ ഫ്ലഷ്, അതായത് പാപത്തിന്റെ മേലുള്ള ജയം, ജഡത്തിന്മേലുള്ള ജയത്തെക്കുറിച്ചാണ് 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. 7-ാം അധ്യായം ലിബർട്ടി ഫ്രം ദ ലോ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് 7-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. 6-ാം അധ്യായം വിക്ടറി ഓവർ ദ ഫ്ലഷ്, ജഡത്തിൽ നിന്നുള്ള ജയം. 7-ാം അധ്യായം ലിബർട്ടി ഫ്രം ദ ലോ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 8-ാം അധ്യായം സെക്യൂരിറ്റി ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന സുരക്ഷ. അപ്പൊ അതിന് വിശുദ്ധീകരണത്തിന്റെ 3 തലങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വിശുദ്ധീകരണത്തിന്റെ 3 തലങ്ങൾ. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, നമ്മെ ഇരുത്തി ഇരിക്കുന്ന സ്ഥാനത്തെയാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അതായത് ഉന്നത പദവി യഥാസ്ഥാനത്താക്കി. അതായത് ഇൻ സ്പിരിറ്റ് യു ആർ സീറ്റഡ് ഇൻ മച്ച് ഹയർ പ്ലേസ്. പൊസിഷനിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ ആര് കൊണ്ടേ ഇരുത്തി? ദൈവം നമ്മെ കൊണ്ടേ ഇരുത്തി. എന്റെ ഉള്ളിലുള്ള അറിവ് കഴിഞ്ഞ ദിവസം വരെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ പ്യൂണായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താക്കി? മാനേജർ ആക്കി ഇരുത്തിയതുപോലെ ഡ്രസ് കോഡ് ആൻഡ് ലെവൽ നമ്മുടെ ചേഞ്ച് ആക്കി. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. ഒന്ന് പൊസിഷണൽ, നമ്മെ യഥാസ്ഥാനത്താക്കി, ഉന്നത പദവി തന്ന് നമ്മെ യഥാസ്ഥാനത്താക്കി നിർത്തി. അടുത്തതാണ് പ്രാക്ടിക്കൽ ഓർ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. പ്രാക്ടിക്കലിന്റെ മീനിങ് നൽകുന്നത് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ പ്രായോഗികം, പതിവായി തീർന്ന പ്രവർത്തനം. പതിവായി തീർന്ന എന്താ? എവറിഡേ നമ്മൾ പതിവായി പല്ല് തേക്കുന്നു, ഡ്രസ് ചെയ്യുന്നു, പോകുന്നു. പക്ഷെ ഇപ്പോ എന്ത് ചെയ്തു? മാനേജറിന്റെ ഡ്രസ് കെട്ടിയപ്പോൾ പതിവായി കസേരയിലിരിക്കണം. പ്യൂണായിരുന്നപ്പോ ഓടി നടക്കുകയായിരുന്നു. മാനേജർ ആയിരുന്നപ്പോ പതിവായി കസേരയിലിരിക്കണം. പതിവായി വേദപുസ്തക പാരായണം, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനിൽ വരുന്നതാണ്. പ്രോഗ്രസീവിന്റെ ഡിക്ഷണറി അർത്ഥം നമുക്ക് ലഭിക്കുന്നത് മുന്നേറുന്ന, വർത്തമാനമയമായ, വർദ്ധിച്ചു വരുന്ന, തേജസ്സിന്മേൽ തേജസ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പടിപടിയായി വളർന്നു വരുന്നു. അതാണ് പ്രോഗ്രസീവ്. അപ്പോൾ പ്രാക്ടിക്കൽ ഓർ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് അതിന് പറയുന്നത്. പ്രോഗ്രസിംഗ് ഫ്രം വൺ ഏരിയ ടു അനദർ. അടുത്തതാണ് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, രണ്ടാമത്തത് പ്രോഗ്രസീവ് ആൻഡ് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, മൂന്നാമത്തതാണ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, തികഞ്ഞ നീതീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം. അതായത് കുറ്റമറ്റ, തികഞ്ഞ, പരിപൂർണമായ, സമഗ്രമായ, അക്ഷയമായ. തികഞ്ഞ എന്ന വാക്കിന് യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന്. അതാണ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് അക്ഷയമായത്, അത് ക്ഷയിച്ചു പോകുന്നില്ല, ഇന്നുണ്ടായി നാളെ ഇല്ലാതെയായി പോകുന്നില്ല, നിലനിൽക്കുന്ന. അതാണ് ക്വാളിറ്റി ഓഫ് ഗോഡ്. നമുക്ക് നിലനിൽക്കുന്ന, നമ്മുടെ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനിൽ വരുന്ന ഒരുവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ കാര്യമാണ് നമുക്കവിടെ കാണുവാൻ. അപ്പോൾ അവിടെയാണ് അവർ പൊസിഷൻ എങ്കിൽ നമ്മുടെ വിശുദ്ധി ക്ഷയിക്കുവാൻ
പാടില്ല, കൂടിക്കൂടി വരണം. അതായത് പ്രോഗ്രസീവ് ആയിട്ട് എപ്പോഴും കൂടിക്കൂടി വരണം. ഹൗ വിൽ ഇറ്റ് റിലേറ്റ് ടു ദ പാസേജ് വി ആർ ലേണിംഗ്? അതായത് ഇതെങ്ങനെയാണ് നമ്മുടെ ഈ പാസേജ് 6-ാം അധ്യായത്തിന്റെ നാം വായിക്കുന്ന പഠിക്കുന്ന ആ അധ്യായത്തിലേക്ക് എങ്ങനെ വരും? 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പൊസിഷൻ ആക്കിയത് എവിടെയാ? 6-ാം അധ്യായത്തിൽ വായിച്ചിട്ട് പറ, എവിടെയാണ് പൊസിഷൻ ആക്കിയെന്ന്? 6-ാം അധ്യായം 1, 2, 3 വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാൾ വലുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എവിടെയാണ് പൊസിഷൻ ആക്കിയത്? ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അവിടെയാണ് നമ്മളെ പൊസിഷൻ ആക്കി നിർത്തിയേക്കുന്നത്. അപ്പൊ നമ്മള് സ്നാനപ്പെട്ടത് മൂലം എന്തായി? നമ്മള് റീകൺസൈൽ, യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ടിടയായി. അതാണ് ദ നോളജ് യു ഷുഡ് ഹാവ് അബൌട്ട് യുവർ സെൽഫ്. നമ്മോട് തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ നോളജ് എന്ന് പറയുന്നത് നാം ആരാണ് എന്ന് നമുക്ക് തന്നെ ഒരു അറിവ് നമുക്ക് നൽകി തരുവാനായിട്ടിടയാകണം. അത് കഴിഞ്ഞിട്ട് 6-11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോ ആദ്യത്തേതിന്റെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്നുള്ളത് അതിന്റെ അറിയുന്നില്ലയോ എന്നുള്ള വാക്കാണ് നാം അവിടെ കാണുന്നത്. ഒന്ന്, അറിയണം. അതായത് ഞാൻ ക്രിസ്തുവിനോടാണ് ചേർന്നതെന്ന് നാം അറിയണം. അടുത്തത് 6-11 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ എന്താണ് അവിടെ ഒരു വാക്ക് നമുക്ക് എടുത്തു പറയാനുള്ളത്? ഏത് വാക്കാ? എണ്ണുവാൻ. അപ്പൊ എണ്ണണം. എന്തെണ്ണണം? പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ. അപ്പൊ ഞാൻ പാപസംബന്ധമായി മരിച്ചു, ഇനി ഞാൻ എന്താ? ക്രിസ്തുവിൽ ജീവിക്കുന്നവനാ. ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവനാണ് ഞാനെന്ന് എന്നെ തന്നെ എണ്ണണം. മനസ്സിലായല്ലോ? അതായത് നമ്മളെ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാർ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും, വീട് വരെ കൊണ്ടുവന്ന് വിടും അല്ലെ? നാളെ അങ്ങോട്ട് അപ്പൊ ഒരു ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊണ്ടുവരുന്ന ആൾക്കാർ പറയും നാളെ ഇനി ഓഫീസിലേക്ക് വന്നു പോകരുതെന്ന്. കാരണം ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? പിറ്റേ ദിവസവും പോകാൻ ഒരു പ്രവണത വരും അല്ലേ? പക്ഷെ എന്ത് പാടില്ല? പോകാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും നിയമം നമ്മെ അനുവദിക്കുന്നില്ല. ഒരിക്കൽ നാം പാപസംബന്ധമായി മരിച്ചു, ഇനി അങ്ങോട്ട് പോകാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അടുത്തത് പറയുന്നു 19-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അവിടെ ഒരു വാക്ക് ഇതുപോലെ പറയാൻ എന്താ ഉള്ളത്? സമർപ്പിപ്പിൻ. പ്രൈസ് ലോർഡ്. അപ്പൊ എല്ലാവരും ആ ഒരു തോട്ടിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പൊ അടുത്തത് പറയുകയാണ് സമർപ്പിക്കണം. കാരണം എന്താ? 2 പ്രാവശ്യം സമർപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ മുന്നേ എന്താ സമർപ്പിച്ചത്? മുന്നേ എങ്ങനെയാ സമർപ്പിച്ചേ? അത് തന്നെ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പൊ നേരത്തെ നമ്മള് അശുദ്ധിക്കും അധർമ്മത്തിനുമായിട്ട് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി അല്ലേ? അപ്പൊ ഇനി എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് പാപസംബന്ധമായി മരിച്ച് പുതിയൊരു ശരീരമായിട്ട് നമ്മെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് സമർപ്പിക്കപ്പെടേണ്ടത്? എങ്ങനെ സമർപ്പിക്കണം? അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിക്കുവീൻ. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, അറിയണം.
2 എണ്ണണം, 3 സബ്മിറ്റ് സമർപ്പിക്കണം. എപ്പ വരെ? ഒരു ചോദ്യ. മരിക്കുന്നത് വരെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ സമർപ്പിക്കണം. ഇനി അറിയുക എന്നുള്ള അതിൽ മരണത്തിന് പങ്കാളികളാവാൻ സ്നാനമേറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ സ്നാനം മൂലം എവിടെയൊക്കെ നാം അറിവ് കൊടുക്കണം? ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് എവിടെയൊക്കെ നമ്മൾ അറിവ് കൊടുക്കണം? പറയാമോ? പ്രസൻസ് ഓഫ് എവരിബഡി, അതായത് ലോകത്തിന് അറിവ് കൊടുക്കണം അല്ലെ? ഓക്കെ, അടുത്തത് എങ്കിൽ മാത്രമേ ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷന്റെ ആ ഗുണം വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അറിയുക എന്ന ഇതിൽ മരണത്തിന് പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതായത് 3-ാം വാക്യത്തില്. അപ്പോ എവിടെയൊക്കെ ആ അറിവ് നമ്മൾ പകരുവാനായിട്ട് ഇടയാകണം? 1, ലോകത്ത് മൊത്തം, അതായത് ഞാൻ ആരോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരും അറിയണം ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെന്നുള്ളത്. അടുത്തത് നമ്മുടെ ചർച്ച് അറിയണം ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെന്നുള്ളത്. 3, എനിക്ക് തന്നെ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെല്ലാം അറിഞ്ഞു, പക്ഷെ എനിക്ക് അതിന്റെ കുറിച്ചൊരു ബോധം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയായി തീരും? എനിക്ക് എന്റെ പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. മീൻസ് ഞാനൊരു മാനേജർ ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ എനിക്ക് അതിന്റെ ആ ഡെപ്ത് ഓഫ് ആ പൊസിഷൻ എനിക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ ആ അവസ്ഥ മാറ്റിയിട്ട് നേരത്തെ പ്യൂണായിരുന്നു, അതിന്റെ ജോലിക്ക് വേണ്ടി ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നമ്മുടെ പൊസിഷൻ അപ്പൊ മാറിപ്പോവും അല്ലെ? പഴയതിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ആയിരിക്കുന്ന പൊസിഷനിൽ നമ്മുടെ പൊസിഷൻ എവിടെ പോവും? വീണ്ടും പ്യൂണിന്റെ അവസ്ഥയിലേക്ക് വരും. കൃപയുണ്ട്, കൃപ കിട്ടി, പക്ഷെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനിൽ എന്നെ പൊസിഷൻ ചെയ്ത് നിർത്തിയ സ്ഥാനത്ത് ഞാൻ അത് കീപ്പ് ചെയ്തില്ല എങ്കിൽ എന്റെ പൊസിഷൻ എവിടെ പോയി? നേരത്തെ ഉണ്ടായിരുന്ന എന്റെ അവസ്ഥയിലേക്ക് വന്നു. പിന്നെ കർത്താവിന്റെ ഓരോ താമസമെങ്കിൽ ഞാൻ അത് വീണ്ടും പ്രോഗ്രസ് ചെയ്തെടുക്കുവാനായിട്ട് ഇടയാകണം. മനസ്സിലായോ? പക്ഷെ കുറ്റം എന്റെ മേൽ കിടക്കുക. ഞാൻ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെ എന്റെ അവസ്ഥയെ ഞാൻ ദണ്ഡിപ്പിച്ചത് കൊണ്ട് എന്റെ മേൽ കുറ്റമുണ്ട്. ക്ലിയർ? അതുകൊണ്ട് ഇനി ഒരാളെ കൂടി അറിയിക്കണം. ആരാന്നറിയോ? വളരെ സുപരിചിതമായിട്ടുള്ള ആളാ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാ. പിശാജ്. അതാരാ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ പിശാചിനും അറിയുവാനായിട്ട് ഇടയാകണം നമ്മൾ സ്നാനപ്പെട്ട വ്യക്തി. കാരണം അവൻ ആലോചനയും കൊണ്ട് വരുമ്പോ എന്ത് ചെയ്യണം? അവനോടും പറയണം, എടാ ഞാൻ സ്നാനപ്പെട്ടവനാ. മനസ്സിലായോ? കാരണം പരീക്ഷണമായിട്ട് ഇങ്ങനെ വരും. അപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാർക്ക് എടുത്ത് കാണിക്കണം. ഞാൻ സ്നാനപ്പെട്ടവനാണ് എന്നുള്ളത് എടുത്തു കാണിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോ ഇന്നത്തെ ആ ഒരു സ്റ്റഡി നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് അതിന്റെ പിന്നെയും ഡെപ്തിലേക്ക് 6-ാം അധ്യായം അതിന്റെ ആഴത്തിലേക്ക് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ. നാളെ വീണ്ടും നമുക്ക് ഇതേ സമയം കാണാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാട്ടെ.